ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് മൈക്രോവേവ് പോപ്കോൺ ആണ്. അതാണ് ഇരിക്കുന്നത്. ഇത് മൈക്രോവേവ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സ് ഇതാണ്. അതുകൊണ്ട് അതെല്ലാവരെയും ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതാണ് ആ പാക്കറ്റ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പ് ഇനി ഓപ്പൺ ആക്കണം. ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് റാപ്പ് തുറന്നു മാറ്റുക. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, ദിസ് സൈഡ് അപ്പ് ആയിട്ടാണ് മൈക്രോവേവിൽ വെക്കേണ്ടത്. ഇങ്ങനെ വയ്ക്കണം. ഇത് മൈക്രോവേവിൽ വയ്ക്കുമ്പോൾ മൈക്രോവേവിൻ്റെ പോപ്കോൺ ബട്ടൺ ഉപയോഗിക്കത്തില്ല. 2.5 minutes ആണ് ഞാൻ വയ്ക്കുന്നത്. ഡിഫറെൻറ്റ് മൈക്രോവേവ് വർക്ക് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വേയിലായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ പോപ്പ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാം. അത് നിൽക്കുമ്പോൾ അതെടുത്ത് നോക്കാവുന്നതാണ്. മൈക്രോവേവ് ക്ലോസ് ചെയ്യുന്നു. പോപ്കോൺ പോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. വളരെ കെയർഫുള്ളായിട്ട് ഇത് മൈക്രോവേവിൽ നിന്ന് എടുക്കുക. ഇത് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്യുക. ഇതൊന്ന് ഷേക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണം. ബേൺ ചെയ്യാതെ വളരെ സൂക്ഷിക്കണം. എല്ലാം നല്ലതുപോലെ പോപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ഹാഫ് പാർട്ട് എടുത്ത് സ്പൈസി പോപ്കോൺ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുന്നു. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ആൻഡ് 1 പിഞ്ച് കാശ്മീരി ചില്ലി ഇടുന്നു. ലോ ഫ്ലെയിമിലായിരിക്കണം. 1 പിഞ്ച് പപ്രിക്ക ചേർക്കുന്നു. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നു. 1 പിഞ്ച് സോൾട്ട് ചേർക്കുക. ഈ ഹോട്ട് സോസ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ 2 ബോളാണ് പോപ്കോൺ കിട്ടിയിരിക്കുന്നത്. അതിൽ 1 ബോൾ സ്പൈസി ആക്കുന്നു. ഹോട്ട് സോസ് എല്ലാ പീസസിലും പിടിക്കത്തക്കവണ്ണം മിക്സ് ചെയ്യുക. ഇതിനെ ബോളിലേക്ക് മാറ്റുന്നു. ക്രഞ്ചി പോപ്കോൺ റെഡി. Crunchy and spicy popcorn ready. Thank you for watching.